നമസ്കാരം. മലയാളി വാർത്ത ആനുകാലികത്തിലേക്ക് സ്വാഗതം. ഇന്നുമുണ്ട് ഏറെ ഞെട്ടിപ്പിക്കുന്ന ഒരു വാർത്ത. ലഹരിക്കടിമയായ ഭർത്താവ്, പക്ഷേ പ്രണയിക്കുമ്പോൾ ഭാര്യ ഇതൊന്നും തന്നെ അറിഞ്ഞിരുന്നില്ല. 4 വർഷത്തോളം പ്രണയിച്ച് വിവാഹം കഴിച്ച 3 വയസ്സുള്ള ഒരു കുഞ്ഞുമുണ്ട്. പക്ഷെ ഒടുവിൽ ലഹരിക്ക് അടിമയായ ഭർത്താവിൽ നിന്നും ഭാര്യയെ അകറ്റാൻ ശ്രമിച്ച അച്ഛനെ കൊല്ലാനായി കഴിഞ്ഞ ദിവസം പുതിയ കത്തി വാങ്ങി. പക്ഷെ ആ കത്തിക്കിരയായതാകട്ടെ ആ ഭാര്യയും. സത്യത്തിൽ ഇവിടെ നമ്മൾ പറഞ്ഞിരുന്നു, ലഹരിക്കെതിരെ ക്യാമ്പയിനൊക്കെ നടക്കുന്നുണ്ട്, പലതരത്തിലുള്ള ചർച്ചകൾ നടക്കുന്നുണ്ട്, സ്കൂളിലടക്കം ലഹരി വിരുദ്ധ ക്യാമ്പയിനുകളൊക്കെ തന്നെ നടക്കുന്നുണ്ട്. പക്ഷെ ഈ ലഹരി ഉപയോഗിച്ചുള്ള ആത്മഹത്യ, അതുപോലെ തന്നെ കൊലപാതകങ്ങൾ, പീഡനങ്ങളുടെ കഥകൾ ഓരോ ദിവസം വരുമ്പോഴും ഇപ്പോഴിതാ കോഴിക്കോട് നിന്നും അല്ലെ 21 വയസ്സ് മാത്രമുള്ള ഭാര്യ, അത് പേര് വ്യക്തമല്ല, ഷിബില മരണപ്പെട്ടിരിക്കുകയാണ്. നമുക്ക് ഇതിനെ നോക്കിക്കാണാന്നുള്ള, കാരണം ഷിബിലെ കൊല്ലാനല്ല വന്നത്, ലഹരി പക്ഷെ ഉപയോഗിച്ചിട്ടുമില്ല. ആ സമയത്ത് വാട്സപ്പ് സ്റ്റാറ്റസ് അടക്കം ഇടുന്നു ഈ വസ്ത്രങ്ങളൊക്കെ തന്നെ കത്തിച്ചിട്ട്. എന്തായിരിക്കാം ആ ഒരു നീക്കം എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസം ഈ കോഴിക്കോട് താമരശ്ശേരി ഈങ്ങാമ്പുഴ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഈ ഒരു കൊലപാതകം നടക്കുന്നത്. പ്രതിയുടെ പേര് യാസിർ എന്നാണ്. അതും 25 ആ ഒരു പ്രായം മാത്രം, വളരെ ചെറിയൊരു പ്രായമാണ്. അതിനിടയിലാണ് പ്രണയിച്ച്, അതെ 2020 ഇവർ പ്രണയിച്ച് വിവാഹം കഴിച്ചതെന്നാണ് പറയുന്നത്. 3 വയസ്സുള്ള ഒരു കുഞ്ഞുണ്ട് ഇവർക്ക്. അപ്പോൾ കഴിഞ്ഞ ദിവസം പ്രതി ഇത്തരത്തിൽ ആയുധവുമായിട്ട് പുതിയൊരു ആയുധം വാങ്ങിയിട്ട് വീട്ടിലേക്ക് വരികയാണ്. അതിനു മുൻപ് പല സംഭവങ്ങൾ, കുറച്ച് നാളുകളായിട്ട് തന്നെ ഇവരുടെ ഒരു ദാമ്പത്യത്തിൽ പല രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ട് എന്നുള്ളത് നാട്ടുകാരടക്കം പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഈ പെൺകുട്ടിയുടെ മാതാവ്, അവരിപ്പോ ചികിത്സയിലാണ്, അവരടക്കം ബന്ധുക്കളടക്കം പറയുന്നുണ്ട്. അപ്പോൾ പ്രണയിച്ച് ഇവരൊരു വാടക വീട്ടിലാണ് താമസിക്കുന്നത്. ഈ യാസിർ എന്ന് പറയുന്ന പ്രതിയുടെ വീട്ടുകാരെ കുറിച്ച് ഇപ്പൊ പറയുന്നില്ല. എനിക്ക് തോന്നുന്നു ഒരുപക്ഷെ ഇവർ മാത്രമായിട്ട് മാറി താമസിക്കുകയായിരിക്കാം. കൂടുതൽ വീട്ടുകാരെ കുറിച്ചൊന്നും ഇതുവരെയായിട്ട് കൂടുതൽ കാര്യങ്ങളൊന്നും പുറത്തു വന്നിട്ടില്ല. അങ്ങനെ ഇവര് കുഴപ്പമില്ലാതെ പോവുകയായിരുന്നു ഈ പ്രണയിച്ച ആദ്യ നാളുകളിലും. അതുപോലെ തന്നെ കല്യാണം കഴിച്ച് പിന്നീടാണ് ഈ ഒരു പ്രതി ലഹരിക്ക് അടിമയാകുന്നത്. നല്ല രീതിയിൽ തന്നെ ലഹരി ഉപയോഗിക്കുന്നുണ്ട്, ലഹരി മയക്കുമരുന്ന് അടക്കം കിട്ടുന്നുണ്ട്. ഉപയോഗിച്ച് പിന്നീട് ഉപദ്രവം തുടങ്ങുകയാണ്. പലപ്പോഴായിട്ട് ഷിബില വളരെ ചെറിയൊരു പ്രായമാണ്, 21 വയസ്സ് മാത്രമാണ് പ്രായം. ഷിബിലയെ നിരന്തരം ഉപദ്രവിക്കാൻ തുടങ്ങുകയാണ്. മാനസികമായിട്ടും ശാരീരികമായിട്ടും വലിയ രീതിയിൽ ഒരു പീഡനം തന്നെ ഷിബില ഏറ്റുവാങ്ങുകയാണ്. ശേഷം പലപ്പോഴും ഷിബില വീട്ടിലേക്ക് ഈ ഒരു പീഡനം സഹിക്കാൻ വയ്യാതെ വീട്ടിലേക്ക് മടങ്ങിയെത്തുന്നുണ്ട്. വീണ്ടും വിളിച്ചുകൊണ്ട് പോവുകയാണ്. അതിന് ഈ ബന്ധുക്കളടക്കം ഈ പറയുന്ന പെൺകുട്ടികളോട് പറയുന്ന ഒരു സാധനം ഉണ്ടല്ലോ, എന്തൊക്കെ വന്നാലും നിങ്ങൾ ഭർത്താവിന്റെ വീട്ടിൽ അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കണം, അവിടെ എന്തൊക്കെ വന്നാലും നിങ്ങൾ കണ്ണടച്ച് ജീവിക്കണം, പെണ്ണുങ്ങളാണ് എല്ലായിടത്തും താന്നു കൊടുക്കേണ്ടത് എന്നൊക്കെ പറയുന്ന കുറെ സാധനങ്ങൾ നമ്മുടെ സൊസൈറ്റിയിൽ നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വീണ്ടും ഷിബില വീട്ടിലോട്ട് പോകാൻ നിർബന്ധിതയാവുകയാണ്. വീണ്ടും പോകുന്നു, വീണ്ടും കുറച്ചു കാലം കുഴപ്പമില്ലാതെ പോകുന്നു. വീണ്ടും ഈ പറയുന്ന പ്രതി യാസിർ വീണ്ടും ലഹരി ഉപയോഗിച്ച് ഇതുപോലെ വന്ന് വീട്ടിൽ വന്ന് ഭാര്യയെ തല്ലുകയാണ്. ലാസ്റ്റ് ഒരു തരത്തിലും അവിടെ ജീവിക്കാൻ പറ്റില്ല. തന്റെ ജീവനിനി ഭീഷണിയാകുമെന്ന് കരുതി ഒരുപക്ഷെ വീട്ടുകാരോട് സംസാരിച്ചു കാണാം. വീട്ടുകാർ തന്നെയായിരിക്കണം തിരിച്ച് ഷിബിലയുടെ വീട്ടിലേക്ക് കൊണ്ടുവരുന്നത്. അങ്ങനെ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. കഴിഞ്ഞ മാസമാണ് ഷിബില പരാതി നൽകിയിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. അത് പ്രധാനമായിട്ട് അത് പരാതി നൽകാൻ കാരണം ഷിബിലയുടെ സർട്ടിഫിക്കറ്റും കാര്യങ്ങളും, അതുപോലെ തന്നെ വസ്ത്രം കാര്യങ്ങളൊക്കെ അവിടെയുണ്ട്. അപ്പോൾ അത് കിട്ടണമെങ്കിൽ എന്തായാലും ഒരു പരാതി വഴി പോലീസുകാർ ഇടപെട്ട് കഴിഞ്ഞാൽ മാത്രമേ കിട്ടുള്ളൂ എന്ന് കരുതി കാണാം. പിന്നീട് ആ വീട്ടിലോട്ട് നേരിട്ട് പോകാനുള്ള ഭയം കാരണമായിരിക്കാം അങ്ങനെ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. പക്ഷെ യാതൊരു തരത്തിലുള്ള നടപടിയും പോലീസിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. പക്ഷെ പിന്നീട് പോയില്ല. അന്നാണ് ഈ പറയുന്ന പ്രതി കുറച്ചു ദിവസം മുൻപാണ് പരാതി നൽകിയിട്ടുണ്ടെന്ന് പറയുന്നത്. ഈ ഒരു വസ്ത്രം ഇവരുടെ ഈ ഷിബിലയുടെയും അതുപോലെ തന്നെ ഇവരുടെ കുട്ടിയുടെയൊക്കെ വസ്ത്രം കൂട്ടിയിട്ട് കത്തിച്ചു. അത് വീഡിയോ ഫോട്ടോ എന്തോ എടുത്ത് അത് സ്റ്റാറ്റസ് ഇട്ടു. മാത്രമല്ല ആർക്കൊക്കെയോ അത് അയച്ചു കൊടുത്തു എന്ന് ഇപ്പൊ പറയുന്നുണ്ട്. അങ്ങനെ ഒരു ഭീഷണി അതിലൂടെ മുഴക്കുകയാണ്. മാത്രമല്ല നമുക്ക് തോന്നുന്നത് ഈ ഷിബിലയുടെ അമ്മയെ കൊന്ന പ്രതി എന്തോ ഇയാളുടെ സുഹൃത്താണ്, അങ്ങനെ ഒരു വാർത്ത കൂടി. അതായത് ഈ രാശിക്ക് നമ്മള് എനിക്ക് തോന്നുന്നു കഴിഞ്ഞ മാസമല്ല കുറച്ച് മാസങ്ങൾക്ക് മുമ്പാണ് ഇത്തരത്തിൽ ലഹരിക്ക് അടിമയായിട്ടുള്ള ആഷിഖ് എന്ന് പറയുന്ന ഒരു യുവാവ് അമ്മയെ അതിക്രൂരമായി വെട്ടിക്കൊലപ്പെടുത്തുന്നു. ആ അമ്മയെ അന്ന് ക്യാൻസർ രോഗബാധിതയാണെന്നൊക്കെ അന്ന് വന്നിട്ടുണ്ടായിരുന്നു. അതുപോലെ മകനും അമ്മയും മാത്രമാണ്, ഉപ്പയില്ല. അപ്പോൾ വീട്ടിൽ കഴിയുമ്പോഴാണ് പെട്ടെന്നാണ് ഈ ഒരു പ്രതി ഈ പൈസ കിട്ടാത്തതിന്റെ പേരിൽ, അതുപോലെ തന്നെ സമനില തെറ്റി, എന്താണ് ഞാൻ കൊലപ്പെടുത്തുന്ന ഉമ്മയാണോ സഹോദരിയാണോ ആരാണെന്നൊന്നും ഒരു ബോധമില്ലാതെ അമ്മയെ അതിക്രൂരമായി തന്നെ വീട്ടിൽ വെച്ച് കൊലപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. ആ വാർത്ത കുറച്ചു കാലം നമ്മളും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ പ്രതിയായിട്ട് ഈ പറയുന്ന യാസിറിന്, ആഷിഖ് എന്നാണ് ആ പ്രതിയുടെ പേര്, യാസിറിന് ബന്ധമുണ്ട്. കാരണം ചില ഫോട്ടോസ്, അതായത് ഇവരൊക്കെ തന്നെ ഈ ഒരു ഇതിന് ഈ ഒരു വലയത്തിൽ
ഉൾപ്പെട്ടിട്ടുള്ളതാണെന്നാണ് ഇതിൽ നിന്നൊക്കെ വ്യക്തമാകുന്നത്. നമ്മൾ കഴിഞ്ഞ ദിവസം കൂടി ചർച്ച ചെയ്തോളൂ, സമൂഹത്തിലെ ഓരോ സംഭവ വികാസങ്ങൾ മറ്റുള്ളവരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഇൻസ്പിറേഷനിൽ നിന്നുണ്ടാകുന്ന കൊലപാതകങ്ങൾ. ഇവിടെ സമൂഹത്തിലല്ല, കൂട്ടുകാർക്കിടയിൽ തന്നെയാണ് കൊന്നിരിക്കുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഒരുപക്ഷെ അവൻ പോയ വഴിയെ ഞാനും പോകാമെന്ന് തീരുമാനിച്ചിട്ടുണ്ടാകാം. എന്നിട്ട് കഴിഞ്ഞ ദിവസം ഈ ഒരു ആയുധമായിട്ട് ഈ പറയുന്ന യാസർ ഈ വീട്ടിലേക്ക് എത്തുകയായിരുന്നു, ഇവരുടെ വീട്ടിലേക്ക് എത്തുകയായിരുന്നു. ആ സമയത്ത് ഉമ്മയും അതുപോലെ തന്നെ ഷിബിലയും കുഞ്ഞും അവിടെ ഉണ്ടായിരുന്നു. ഈ സമയത്ത് ആദ്യം ഷിബിലയെ ആയിരിക്കും ആരെയാണ് ആക്രമിച്ചിരിക്കുന്നത് എന്ന് ആദ്യം ആക്രമിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞിട്ടില്ല ഇതുവരെയായിട്ടും. തുടർന്ന് ഷിബിലയെ ആയുധം കൊണ്ട് ഉപയോഗിച്ച് മാരകമായിട്ടുള്ള മുറിവുകൾ ഏൽപ്പിക്കുന്നു. ഷിബില അവിടെ തന്നെ വെച്ച് മരിച്ചു എന്നാണ് പറയുന്നത്. പിന്നീട് ആശുപത്രിയിലേക്ക് എത്തിക്കുമ്പോഴേക്കും ജീവൻ ഉണ്ടായിരുന്നില്ല, അവിടെ വെച്ച് തന്നെ മരണം സംഭവിച്ചിട്ടുണ്ട്. അതിനുശേഷം ഇതിൽ ആരെയാണ് ആദ്യം ആക്രമിച്ചത് എന്നുള്ള കാര്യം നമുക്ക് ഇപ്പോഴും വ്യക്തതയില്ല. അച്ഛനെ ആക്രമിച്ചിട്ടുണ്ട്, ഈ പറയുന്ന പ്രതി പറഞ്ഞിട്ടുണ്ട് അച്ഛനെ ലക്ഷ്യമിട്ടാണ് വന്നതെന്ന് പറയുന്നുണ്ട്. പക്ഷെ അച്ഛൻ ഗുരുതരമായിട്ടുള്ള പരിക്കുകളോടുകൂടി ഇപ്പോൾ മെഡിക്കൽ കോളേജിൽ, കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഇപ്പോൾ ചികിത്സയിലാണ്. ഉമ്മയ്ക്ക് വളരെ നിസ്സാരമായിട്ടുള്ള പരിക്കാണ് പറ്റിയിരിക്കുന്നത്. കാരണം അപ്പോഴേക്കും പ്രതി അവിടെ നിന്ന് രക്ഷപ്പെടുകയാണ്. ഈ അച്ഛനെ ഉപദ്രവിച്ചു, അതുപോലെ തന്നെ ഷിബിലയും പരിക്കേൽപ്പിച്ച ശേഷം പ്രതി അവിടെ നിന്ന് കാറിൽ തന്നെ അവിടെ നിന്ന് രക്ഷപ്പെടുകയാണ്. ശേഷം പെട്രോൾ അടിച്ചു, അവിടെ നിന്ന് പെട്രോൾ പൈസ കൊടുക്കാതെ വീണ്ടും അവിടെ നിന്ന് രക്ഷപ്പെടുകയായിരുന്നു. പിന്നെ അപ്പോഴേക്കും നാട്ടുകാരൊക്കെ നിലവിളി കേട്ട് ഓടിയെത്തുകയായിരുന്നു. ആ സമയത്ത് ഒരു കാര്യം എന്ന് വെച്ചാൽ ഈ നോമ്പ് തുറക്കുന്ന സമയമായിരുന്നു. അപ്പൊ അധികം ആളുകൾ റോഡിൽ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തോന്നുന്നു പ്രതി കൃത്യമായിട്ട് ആ ഒരു സമയം തെരഞ്ഞെടുത്തത് തന്നെയായിരിക്കാം. ആ സമയത്ത് ഒരു 7-10 ആ ഒരു ടൈമിലേക്കാണ്. അതുകൊണ്ട് റോഡിലൊന്നും അധികം ആരും ഉണ്ടായിരുന്നില്ല. പിന്നീടാണ് ഉമ്മയുടെയൊക്കെ നിലവിളി കേട്ടിട്ടാണ് ആളുകൾ ഓടിക്കൂടുമ്പോഴാണ് എനിക്കൊന്ന് ഒട്ടുമിക്ക ആളുകളും പള്ളിയിൽ പോകുന്ന സമയം. അതെ. അപ്പോൾ അതിനുശേഷമാണ് ഈ ഒരു 7-10 അല്ലെങ്കിൽ ആ ഒരു നോമ്പ് തുറക്കുന്ന സമയമാണ് തെരഞ്ഞെടുത്തത്. അതിനുശേഷം പ്രതി അവിടെ നിന്ന് രക്ഷപ്പെടുകയാണ്. പിന്നീട് അവിടെയുള്ള ആശുപത്രി, കോഴിക്കോട് മെഡിക്കൽ കോളേജിന്റെ അത്യാഹിത വിഭാഗത്തിന്റെ ആ ഒരു ഭാഗത്തു നിന്ന് കാറിൽ നിന്നാണ് പ്രതിയെ പിടികൂടുന്നത്. ഇനി ആ പ്രതിക്ക് എന്തെങ്കിലും മുറിവ് പറ്റിയിട്ടുണ്ടോ എന്നുള്ള കാര്യം ഒന്നും അറിയില്ല. ആശുപത്രി പരിസരത്ത് നിന്ന് തന്നെയാണ് നാട്ടുകാരെ പിടികൂടുന്നത്. കാരണം അപ്പോഴേക്കും ഈ ഒരു നമ്പർ പ്ലേറ്റ് ഒക്കെ, നമ്പർ അടക്കം പോലീസുകാരെ എല്ലായിടത്തും പ്രചരിപ്പിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അതേ സ്വന്തം നാട് തന്നെയാണല്ലോ, അതുകൊണ്ട് നാട്ടുകാരും ആ ഒരു ഭാഗത്തൊക്കെ ഉണ്ടായിരിക്കണം, ആശുപത്രി പരിസരത്തൊക്കെ ഉണ്ടായിരിക്കണം. നാട്ടുകാരാണ് ആദ്യം പ്രതിയെ തിരിച്ചറിഞ്ഞ് പിടികൂടിയത്. പിന്നീട് താമരശ്ശേരി പോലീസിൽ ഏൽപ്പിക്കുകയായിരുന്നു. ആ സമയത്തൊക്കെ പ്രതി ഞാനൊന്നും ചെയ്തിട്ടില്ല എന്നാണ് പോലീസിനോട് വിളിച്ചു പോകുന്നുണ്ടായിരുന്നത്. ഏതായാലും വലിയൊരു കനത്ത പോലീസ് സുരക്ഷയോട് കൂടിയിട്ടാണ് പ്രതിയെ സ്റ്റേഷനിൽ ഹാജരാക്കിയത്. ഏതായാലും ഷിബിലയുടെ ജീവൻ നഷ്ടപ്പെട്ടിരിക്കുകയാണ്. മറ്റൊരു ഇര കൂടി പക്ഷേ ഈ പ്രതി ഈ സമയത്ത് ലഹരി ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നില്ല എന്നാണ് പറഞ്ഞത്. പക്ഷെ ലഹരിക്ക് അടിമയായിരുന്നു. പ്രതി ഇപ്പോൾ പറയുന്നത് താൻ ഉദ്ദേശിച്ചു വന്നത് ഈ അച്ഛനെയാണ്, ഷിബിലയെ കൊല്ലാനായി വിചാരിച്ചതില്ല, ഷിബിലയോട് അത്രയ്ക്ക് സ്നേഹമുണ്ട് എന്നാണ് പറയുന്നത്. ഏതായാലും ഈ ഒരു വസ്ത്രങ്ങളും കാര്യങ്ങളൊക്കെ കൂട്ടിയിട്ട് കത്തിച്ചു, അതൊരു ഭീഷണി. അതിന് മുൻപും ഷിബിലയ്ക്ക് ഫോണിലൂടെ വോയിസ് മെസ്സേജ് അയച്ചിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. അതായത് കുഞ്ഞിന് പെരുന്നാളിനുള്ള ഡ്രസ്സായിട്ട് വരാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അത്ര. അപ്പോൾ അതായിട്ട് വരുമെന്ന് പ്രതീക്ഷിച്ചിരുന്ന ഒരു പക്ഷെ ആയുധമായിട്ടാണ് വന്നത്. അതിനുശേഷമായിരുന്നു ഇത്തരത്തിലൊരു ആക്രമണം നടത്തിയത്. ഇവിടെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനു മുൻപും പലപ്പോഴായിട്ട് ഉപദ്രവിച്ചപ്പോൾ ഷിബില വീട്ടിലേക്ക് വന്നപ്പോഴെല്ലാം തന്നെ ഈ കുടുംബക്കാര്, ഇപ്പോൾ ഈ യാസറിന്റെ കുടുംബമാണെങ്കിലും ഷിബിലയുടെ കുടുംബമാണെങ്കിലും കുടുംബക്കാർ ഇടപെട്ടിട്ട് വീണ്ടും ഒരു ചർച്ച നടത്തി അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ച് വീണ്ടും ഷിബിലയെ അങ്ങോട്ടേക്ക് പറഞ്ഞയക്കുകയായിരുന്നു. പലപ്പോഴായിട്ട് അത് സംഭവിച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത്. നമ്മൾ പലപ്പോഴായിട്ട് കണ്ടിട്ടുണ്ട് ഈ സ്ത്രീധന പീഡനത്തിന്റെ പേരിൽ ആത്മഹത്യ ചെയ്യുന്ന പെൺകുട്ടികളൊക്കെ തന്നെ പലപ്പോഴും വീട്ടുകാർ അറിഞ്ഞിട്ടുണ്ട് ഇങ്ങനെ ഉപദ്രവിക്കുന്ന സംഭവം. നമുക്ക് വിസ്മയുടെ കേസൊക്കെ ആണെങ്കിൽ എടുത്തു നോക്കുകയാണെങ്കിൽ വീട്ടുകാരോട് ഓൾറെഡി സംസാരിച്ചിട്ടുണ്ട്. അതായത് എന്നെ ഇങ്ങനെ ആക്രമിക്കുന്നുണ്ട്, ഇതിന്റെ പേരിൽ എന്നും അടിയിടിയും വഴക്കാണെന്നൊക്കെ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. ആ സമയത്ത് വീട്ടുകാർ തന്നെയാണ് പറയുന്നത് അവിടെ എങ്ങനെയും പിടിച്ചു നിൽക്കണം എന്നുള്ളത്. പക്ഷെ ഇവിടെ എനിക്ക് തോന്നുന്നു ഇപ്പോൾ വീട്ടുകാരും വേണ്ട ഇയാളും വേണ്ട എന്ന് പറഞ്ഞ് ഈ കുഞ്ഞിനെ മാത്രം എടുത്ത് ഇറങ്ങിപ്പോയി എവിടെയെങ്കിലും ജോലി ചെയ്ത് ജീവിക്കാന്ന് കരുതിയാൽ അവിടെയും ചെല്ലും ശല്യപ്പെടുത്താൻ ഇത്തരം ആളുകൾ എന്നുള്ളതാണ്. അവിടെ ചെന്ന് വേണമെങ്കിൽ ഇത്തരത്തിൽ വെട്ടിക്കൊല്ലാൻ പോലും മടി കാണിക്കാത്ത ആൾക്കാർ എത്രയോ അതൊന്നും നമ്മൾ കേട്ടിട്ടുണ്ടല്ലേ. ഈ ഒരു ഷിബിലിന്റെ ഇപ്പൊ കുറെ ഫോട്ടോകൾ അതിലാണ് നമ്മൾ പറഞ്ഞത് മുൻ പ്രതിയുമായിട്ട് ബന്ധമുണ്ടെന്നൊക്കെ പറഞ്ഞു. വളരെ ചെറുപ്പം ഒരു യുവാവാണ്. ഫോട്ടോ ഒക്കെ കാണുമ്പോൾ നമുക്ക് തോന്നുന്നു എന്തായാലും 25 ആ ഒരു പ്രായം തന്നെ ആയിരിക്കാം. ഇവര് ജോലിയും കാര്യങ്ങൾ എന്താണെന്നൊന്നും പറഞ്ഞിട്ടില്ല. എന്തെങ്കിലും ജോലിക്ക് പോകുന്നുണ്ടോ എന്നുള്ളത് മുമ്പ് ഒരിടയ്ക്ക് വെച്ച് ഈ സ്നേഹബന്ധത്തിൽ ഏർപ്പെടുന്ന പെൺകുട്ടികളുടെ എണ്ണം വളരെ കൂടുതലാണ്. ഇപ്പോഴും കുറവൊന്നുമല്ല, കൂടുതൽ തന്നെയാണ്. പക്ഷെ തിരഞ്ഞെടുക്കുന്ന വ്യക്തികൾ അല്ലെ നമുക്ക് എപ്പോഴും ഒക്കെയോ പറ്റിപ്പോകുന്നുണ്ട്. പല കുട്ടികളും പ്രണയബന്ധം വേണ്ടാന്ന് വെക്കുമ്പോൾ ആത്മഹത്യ ചെയ്യുകയും അവരെ കൊലപ്പെടുത്തുകയും ചെയ്യുന്ന കഥകൾ നമ്മൾ കേട്ടിട്ടുണ്ട്. അതിന്റെ ഒരു സീരീസ് ഓഫ് പ്രശ്നങ്ങൾ തന്നെ നമ്മുടെ നാട്ടിൽ ഉണ്ടായിട്ടുണ്ട് അല്ലെ. പ്രണയബന്ധത്തിൽ നിന്നും വേർപെട്ടതിന്റെ പേരിൽ അല്ലെങ്കിൽ വേണ്ട എന്ന് വെച്ചതിന്റെ പേരിൽ കൊല്ലുന്നു, വേണ്ട എന്ന് വെക്കാത്തതിന്റെ പേരിൽ ഈ കാമുകന്മാരെ കൊല്ലുന്നു. അങ്ങനെയുള്ള നിരവധി ആളുകൾ ഈ പ്രണയബന്ധം പിന്നീട് ഒരു പ്രണയപ്പകയിലേക്ക് എത്തുന്നു.
വല്ലാത്തൊരു ഒരു പ്രശ്നത്തിലൂടെ കൂടിയാണല്ലേ കടന്നു പോയിക്കൊണ്ടിരിക്കും. ഇപ്പോൾ ലഹരിയും കൂടി അതിനോടൊപ്പം ആകുമ്പോൾ പിന്നെ നോക്കേണ്ട ആവശ്യവുമില്ല. കാരണം ഇന്ന് കുട്ടികളുടെ അടക്കം, വളരെ ചെറിയ ക്ലാസ്സിലെ കുട്ടികളുടെ അടക്കം കയ്യിൽ ഇത് വളരെ സുലഭമായിട്ട് ലഭിക്കുകയാണ് ഈ ഒരു മയക്കുമരുന്ന്. നമ്മുടെ സർക്കാരൊക്കെ ചെയ്യാം, ഇതിനൊക്കെതിരെ ഒറ്റക്കെട്ടായിട്ട് നിൽക്കാം എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ അതൊക്കെ എത്രത്തോളം പ്രാവർത്തികമാകും എന്നുള്ള കാര്യമൊന്നും അറിയില്ല. കാരണം ഇതിനോടകം തന്നെ പല യുവാക്കളും ഈ ഒരു ലഹരിക്ക് അടിമയായി കഴിഞ്ഞു. അതെ, ഇനി ഇത്തരത്തിലുള്ള വാർത്തകൾ പുറത്തു വരുമ്പോഴാണ് നമ്മൾ അറിയുന്നത് ഇവരൊക്കെ ഇത് സുലഭമായിട്ട് ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ അവരൊക്കെ അത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നൊക്കെയുള്ള കാര്യങ്ങൾ നമുക്ക് സത്യം പറഞ്ഞ പേടിയാണ്. ഇതിപ്പോ നമുക്ക് നടുക്കമെന്നൊന്നും പറയാൻ മലയാളികൾക്ക് അത് കേട്ട് കേട്ട് മടുത്തു കഴിഞ്ഞു. കാരണം ഇതിപ്പോ ഒരു സാധാരണ സംഭവമായി മാറിയിരിക്കുകയാണ് കേരളത്തിൽ. അതായത് ഇപ്പൊ നമ്മൾ ഒരു കവലയിൽ ചെന്ന് ഒരു വാർത്ത കഴിഞ്ഞാൽ അവിടെ ഒരു തന്നെ ഒരുത്തിയെ വെട്ടിക്കൊന്നു, അപ്പം ചോദിക്കുന്നത് ഇതൊക്കെ ഇപ്പൊ എന്നാ ഇല്ലാത്തത് എന്നുള്ളതാണ്. പണ്ടൊക്കെ വളരെ അപൂർവമായിട്ട് മാത്രം റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരുന്ന കേസുകളായിരുന്നു. പക്ഷെ ഇന്നത് ഈ ഒരു വർഷം എവിടെയാണല്ലേ പ്രശ്നം? എന്താണ് പ്രശ്നം? ആഭ്യന്തരത്തിലാണോ പ്രശ്നം, അതോ പോലീസ് ഉദ്യോഗസ്ഥർക്കാണോ പ്രശ്നം? ആർക്കാണ് അവിടെ പിഴയ്ക്കുന്നത് എന്നുള്ള ചോദ്യവും കൂടി വരികയാണ്. ഈ ഒരു വർഷം തന്നെ നമ്മൾ പലപ്പോഴും പറയുന്നത് ഈ 2025 പറഞ്ഞതിന് ശേഷം ഒരു 3 മാസമായിട്ടുള്ളൂ, മാർച്ച് മാസം. ഈ ഒരു സമയത്തിനിടയിൽ എത്രയെത്ര കൊലപാതകങ്ങളാണ് പുറത്തു വരുന്നത്. ഇങ്ങനെ കഴിഞ്ഞ ദിവസം നമ്മൾ വാർത്തകൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഒരാൾ പറഞ്ഞിരുന്നു, ഇത് 2025 സാധാരണക്കാരായ ഒരു വ്യക്തി 2025 എല്ലാവർക്കും വട്ടായോ എന്നാണ് ചോദിക്കുന്നത്. കാരണം അത്രയ്ക്കുണ്ട് ഓരോ ക്രിമിനൽ പശ്ചാത്തലമില്ലാത്തതും ക്രിമിനൽ ആയിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ തന്നെ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇതിൽ ചിലത്, അതിൽ ഏറ്റവും നമ്മളെ ഞെട്ടിപ്പിക്കുന്നത് ഏറ്റവും അടുത്തുള്ള ആളുകളെ കൊലപ്പെടുത്തുന്നു എന്നുള്ളതാണ്. പണ്ടൊക്കെ ഈ കൊട്ടേഷൻ സംഘങ്ങളെ ഏൽപ്പിച്ചിട്ട് മറ്റുള്ള ആളുകളെ കൊലപ്പെടുത്തുന്നു എന്നുള്ളത്. പക്ഷെ ഇവിടെ സ്വന്തം വീട്ടിൽ തന്നെയാണ് ഇരയും പ്രതിയും ഉണ്ടാകുന്നത് എന്നുള്ളതാണ്. അതായത് സ്വന്തം അച്ഛനെ, അമ്മയെ, സഹോദരിയെ, ഭാര്യയെ, കുഞ്ഞുങ്ങളെ ഒക്കെ യാതൊരു തരത്തിലുള്ള ഒരു കുറ്റബോധമോ അല്ലെങ്കിൽ ഒരു മനുഷ്യത്വമോ ഒന്നും തന്നെ ഇല്ലാതെ എങ്ങനെയാണ് നമ്മൾ പലപ്പോഴും ചോദിക്കുന്നത്, എങ്ങനെയാണ് ഇങ്ങനെ കൊല്ലാൻ സാധിക്കുന്നത്? തീർച്ചയായിട്ടും കൃഷ്ണന്തു പറഞ്ഞത് കറക്റ്റ് ആണ്. കാരണം സ്വന്തം വീട്ടിൽ തന്നെ ഇരയും പ്രതിയും ഒക്കെ ഉണ്ടാകുന്നു. അതിൽ പരം ഒരു ആപത്ത് നമുക്ക് നേരിടാനേ ഇല്ല. കാരണം മിണ്ടാതിരിക്കുന്ന ഒരു ലാവ പോലെയാണ്, എപ്പോൾ വേണമെങ്കിലും പൊട്ടിത്തെറിക്കാം അല്ലെ. അതുപോലെയാണ് ഓരോ വീട്ടിലും ഒരു ടൈം ബോംബിന് മുന്നിലാണ് ഓരോ വീട്ടിലെ ജനങ്ങളും ഉള്ളത് എന്നുള്ളതാണ്. ഓരോ അച്ഛനും അമ്മയും മക്കളും. കാരണം മക്കളുടെ സ്വഭാവമാണോ, അച്ഛന്റെ സ്വഭാവമാണോ, അല്ലെങ്കിൽ കൂടെയുള്ള സുഹൃത്തിന്റെ സ്വഭാവമാണോ, എപ്പോഴാണ് ആരുടെ സ്വഭാവമാണ് മാറുന്നത്, എപ്പോഴാണ് ആരാണ് കത്തിയെടുക്കുന്നത് എന്നുള്ളൊരു ഭയത്തോടു കൂടി ജീവിക്കേണ്ട ഒരു അവസ്ഥയിലൂടെ നമ്മുടെ കേരളം കടന്നു പോയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ. പക്ഷെ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഇങ്ങനെ കടന്നു പോകാൻ പാടില്ല. ഇത് എവിടെയാണോ തുടക്കം അവിടെ തന്നെ നിർത്തേണ്ടതുണ്ട്. എവിടെയാണോ പ്രശ്നം അവിടെ തന്നെ അതോട് വേരോടുകൂടി അത് നശിപ്പിക്കേണ്ട സാഹചര്യമുണ്ട്. ഇനിയും അധികം താമസിച്ചുകൂടാ, സമയം അതിക്രമിച്ചു എന്ന് വേണം പറയാൻ. ഇനി എത്ര പേരാണ് ഈ കത്തിക്കിരയായി നിൽക്കുന്നത്? പിന്നെ ഇവിടെ ഒരു കാര്യം ശ്രദ്ധിച്ചത്, ഈ പറയുന്ന പ്രതികൾക്കൊന്നും തന്നെ ക്രിമിനൽ പശ്ചാത്തലം ഇല്ല എന്ന് പറയുന്നുണ്ട്. അതായത് ഈ ഒരു മുൻപ് ഇത്തരത്തിൽ വല്ല അടിയിടിയും അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള കൊലപാതകത്തിലേക്ക് നയിക്കുന്ന കേസുകളില്ല, അത്തരത്തിൽ കാര്യം. പിന്നെ നമുക്കൊക്കെ ഇന്ന് ഒരു സ്മാർട്ട് ഫോൺ ഉണ്ടെങ്കിൽ നമുക്ക് എല്ലാം കിട്ടും. ഈ പറയുന്ന പോലെ എന്തിനെ കുറിച്ച് ആണോ വേണ്ടത്, അല്ലെങ്കിൽ ഒരാളെ കൊലപ്പെടുത്താൻ. മാത്രമല്ല ഈ പ്രതികൾക്കൊക്കെ ഇന്ന് കൊല നടത്തുന്നവർക്കൊക്കെ തന്നെ നിയമവശങ്ങളും കൃത്യമായിട്ട് അറിയാം. അതാണ് ഏറ്റവും വലിയ ഒരു കാര്യം എന്ന് പറയുന്നത്. എത്ര കാലം ഞാൻ ജയിലിൽ കിടക്കും, അല്ലെങ്കിൽ എപ്പോൾ എനിക്ക് പുറത്തിറങ്ങാം, എനിക്ക് ഇന്നത് ചെയ്തു കഴിഞ്ഞാൽ ജാമ്യം കിട്ടുമോ എന്നുള്ള കാര്യത്തിനെ കുറിച്ച് വ്യക്തമായിട്ട് ധാരണ. ഇവിടെ എല്ലാവരും നിയമ സംവിധാനത്തെ കുറിച്ചിട്ട് പഴിക്കുന്നുണ്ട്. എല്ലാവരും അവസാനം പറയുന്നത് നിയമ സംവിധാനത്തെയാണ്, ഇവിടുത്തെ നിയമം സ്ട്രോങ് അല്ല, അല്ലെങ്കിൽ മറ്റുള്ള രാജ്യങ്ങളിലുള്ള നിയമം പോലെ ആകണമെന്ന് പറയുന്നുണ്ട്. പക്ഷെ ഇവിടെ ആരെയാണ് ശരിയാക്കേണ്ടത് എന്നുള്ളത് അറിയില്ല. നമ്മള് ഈ പറയുന്ന ആരെയാണ് നന്നാക്കേണ്ടത്? വീട്ടിൽ നിന്നാണോ തുടങ്ങേണ്ടത്, അതോ നമ്മൾ ഈ പറയുന്ന നിയമങ്ങളിൽ നിന്നാണോ തുടങ്ങേണ്ടത് എന്നുള്ളൊരു കഴിഞ്ഞ ഒരു സമൂഹമായി നമ്മുടെ കേരളം മാറിയിരിക്കുന്നു എന്നുള്ളതാണ്. ഇവിടെ രണ്ടായി നമുക്ക് വിഭജിക്കാം. ഒരിടത്ത് കുത്തും കൊലയും കൊള്ളയും ഒക്കെ നടക്കുന്നു, മറുവശത്ത് കുറച്ച് ജനങ്ങൾ അവരുടെ ജീവിതം കെട്ടിപ്പടുക്കാൻ, അവരുടെ ഓരോ ദിവസത്തെ ദൈനംദിന ജീവിതത്തിന് പോലും ചിലവിന് പോലും വകയില്ലാതെ അതിനുവേണ്ടി ഓടുന്ന, അതിനുവേണ്ടി ജീവിക്കുന്ന കുറെ പേർ മറുവശത്ത്. അങ്ങനെ വല്ലാത്തൊരു അവസ്ഥയിൽ നമ്മുടെ കേരളം കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണല്ലേ.